ഹലോ എവരിവൺ, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാറ്റഗറി നമ്പർ 71/2024 പുതുതായിട്ടൊരു നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോവുകയാണ്. PWD പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ് പോസ്റ്റ് വരാൻ വേണ്ടി പോകുന്നുണ്ട്. നമുക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാർക്കും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാർക്കും എന്ത് ചെയ്യാം, ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാലോ? യെസ്, ആക്ച്വലി ഇതൊരു ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിലുള്ള അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോസ്റ്റ് ആണെങ്കിലും നിങ്ങൾ കണ്ടോ, PWD ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. നിലവിൽ 2 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കേട്ടോ. 55,000 മുതൽ 1,15,000 വരെയുള്ള നോർമൽ AE റാങ്കിലുള്ള അതേ പേയ്മെൻറ്റ് തന്നെയാണ്, സ്കെയിൽ ഓഫ് പേ തന്നെയാണ്. നമുക്കതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കിയാലോ? ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതായത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി എടുത്തവർ, BEയോ BTechോ എടുത്തവർ, അല്ലെങ്കിൽ അതിൻ്റെ ഈക്വലൻ്റ്ലി പ്രിഫറബിളി വിത്ത് ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ ആസ് എ സ്പെഷ്യൽ സബ്ജക്റ്റ്. ഒന്നുകിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഉണ്ടാവണം, അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ട് വരുന്ന ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യൽ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ. ദെൻ ഡിഗ്രി ഇൻ റേഡിയോ എഞ്ചിനീയറിംഗ് ഓർ ടെലികമ്മ്യൂണിക്കേഷൻ ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ദെൻ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ഓഫ് ദി മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. MITയിൽ നിന്നും ഡിഗ്രിയോ ഡിപ്ലോമയോ ഇലക്ട്രോണിക്സിലെടുത്തത്. ബാക്കിയുള്ള സാധാരണ ഡിപ്ലോമ പോളിടെക്നിക്കുകാർക്ക് പറ്റില്ല കേട്ടോ, അതിവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് MITയിൽ നിന്നുമുള്ള ഡിഗ്രിയോ ഡിപ്ലോമോ എടുത്തതായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ആയിരിക്കണം. ദെൻ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, IISc ബാംഗ്ലൂരിൽ നിന്നും എന്ത് ചെയ്യണം, ഡിപ്ലോമ പഠിച്ചിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അതിൻ്റെ ഈക്വലൻ്റ് ഡിപ്ലോമ. MSc ഫിസിക്സ് ഓർ അപ്ലൈഡ് ഫിസിക്സ് വിത്ത് വയർലെസ് ആസ് എ സ്പെഷ്യൽ സബ്ജക്റ്റ്. ഇതാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വേറെ ഏതൊക്കെ വരുമെന്ന് അവർ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിന് ഈക്വലൻ്റ് ആയിട്ട് BTech ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ പഠിച്ച ആൾക്കാർക്ക് പറ്റും. ദെൻ BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ട്രിപ്പിൾ പഠിച്ചവർക്ക് പറ്റും. ദെൻ BTech EC ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ. ദെൻ MTech പവർ സിസ്റ്റം, MTech പവർ ഇലക്ട്രോണിക്സ് പഠിച്ചവർക്കും പറ്റും. ദെൻ BTech ടെലികമ്മ്യൂണിക്കേഷന് ഈക്വലൻ്റ് ആയിട്ട് BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പറ്റും. ദെൻ BE ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പറ്റും. ഓക്കെ. അപ്പോൾ EC-കാർക്കും ട്രിപ്പിൾ ഇക്കാർക്കും ദെൻ പ്യുവർ ഇലക്ട്രിക്കൽ പഠിച്ചവർക്കും എന്ത് ചെയ്യാം, ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ വേണ്ടി പറ്റുക. അല്ലെങ്കിൽ MSc ഫിസിക്സ് ആ രീതിയിൽ പഠിച്ച്, ഓക്കെ, അല്ലെങ്കിൽ IISc ബാംഗ്ലൂരിൽ നിന്നും പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ MIT നിന്നും പഠിച്ചിട്ടുള്ളത്, റേഡിയോ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ളത്, അത്ര ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്. അതൊക്കെ വളരെ കുറവ് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. മെയിനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BTech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ട്രിപ്പിൾ അത്തരം ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ MTech. ഓക്കെ അല്ലേ? യെസ്. അത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത്. നല്ലൊരു ഓപ്ഷനാണ്. സിലബസിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് അല്ലേ. നമ്മൾ സാധാരണയായിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന, അല്ലെങ്കിൽ ഇതുവരെ എഴുതിയിട്ടുള്ള അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ് പരീക്ഷ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ KSEBക്കും അതേപോലെ PWDക്കും ദെൻ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിനൊക്കെ എഴുതിയ ഒരു ഇലക്ട്രിക്കൽ സിലബസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം ഇലക്ട്രോണിക്സ് അല്ലേ, കമ്മ്യൂണിക്കേഷനും അതേപോലെയുള്ള ഭാഗമൊക്കെ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സിലബസ് വരുന്ന സമയത്ത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇനി അങ്ങോട്ട് ഇതിൻ്റെ കൂടുതൽ വീഡിയോസ്, കാര്യങ്ങൾ, സിലബസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.